വീണ്ടും നമ്മുടെ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് റുക്സാന അജ്മൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് കുരുമുളകൊക്കെ ഇട്ട് വരട്ടിയെടുത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ ഒരു ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. അതോടൊപ്പം ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു റെസിപ്പിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇപ്പോൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ നന്നായി കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ബീഫിനെ നമുക്ക് കുക്കറിലേക്ക് ഇട്ടുന്ന ആദ്യമായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ബീഫിനെ എല്ലാം ഞാൻ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആദ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയാണ്. ഇനി അടുത്തതായി 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ അടുത്ത് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ബീഫിലേക്ക് നല്ല രീതിയിൽ മസാല പിടിക്കണമെങ്കിൽ നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് അതിലൊന്ന് പുരട്ടിയെടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മാത്രം വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു ചെറിയ ഗ്ലാസിൻ്റെ 1/4 ഭാഗം മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും. കാരണം ഈ ബീഫിൽ നിന്ന് ബാക്കിയുള്ള വെള്ളം ഇറങ്ങും. നമ്മളിവിടെ വളരെ കുറച്ച് വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, ഏകദേശം ഒരു 1/4 ഗ്ലാസ് മാത്രം. പക്ഷേ ഇത് കുക്ക് ചെയ്ത് വരുമ്പോൾ ഈ ഇറച്ചിയിൽ നിന്നൊക്കെ നല്ല രീതിയിൽ വെള്ളം ഉണ്ടാകും. അപ്പോൾ പരമാവധി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി കുക്കറിനെ ക്ലോസ് ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് 1 വിസിലടുപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. അതിനുശേഷം 3 വിസിലടുപ്പിക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് 3 വിസിലടിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കുക. സ്റ്റീൽ കുക്കറിലാണെങ്കിൽ ടോട്ടൽ 4 വിസിലിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ആവശ്യത്തിന് വെന്ത് കിട്ടുകയും ചെയ്യും. ഇതേപോലെ ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെങ്കിലേ ആവശ്യത്തിന് വെന്ത് കിട്ടത്തുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ചതച്ചെടുക്കണം. ഞാനിവിടെ ഒരു ചോപ്പറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് ചതച്ചെടുക്കാം. ഞാനിവിടെ 15 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഇത്രയും വലിപ്പമുള്ള ഒരു ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഈ ഇഞ്ചിനെ ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ചോപ്പറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മസാലക്കൂട്ട് റെഡിയാക്കാനായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കുക. അതിലേക്ക് നമ്മൾ ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയാണ്. ഞാനിവിടെ 4 ടീസ്പൂൺ അളവിൽ മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ മല്ലിപ്പൊടി അല്ല ചേർത്ത് കൊടുക്കുന്നത്, മുഴുവൻ മല്ലിയാണ്. അപ്പം ഇതിനെ ഒന്ന് വറുത്തെടുക്കണം. ഇതിനോടൊപ്പം തന്നെ വറുത്തെടുക്കാനായിട്ട് കാശ്മീരി മുളകും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടിനെയും കൂടെ ഒന്ന് വറുത്തെടുക്കണം. നമ്മളിവിടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ടാണ് വറുത്തെടുക്കുന്നത്. ഇതിൻ്റെ ഒരു പരുവമെന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലിയൊക്കെ പൊട്ടാൻ തുടങ്ങുമ്പോഴേക്കും ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ നമ്മൾ മല്ലി ഇങ്ങനെ കയ്യിലെടുത്ത് നോക്കുമ്പോൾ തന്നെ നന്നായിട്ട് പൊടിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു പരുവം എത്തിയെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആ സമയത്ത് ഫ്ലെയിം ഓഫാക്കുക. ഇനി ഇതിനെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി ഇതിനോടൊപ്പം പൊടിച്ചെടുക്കാനായിട്ട് കുറച്ച് സ്പൈസസും കൂടെ ഈ ഒരു പാനിലിട്ട് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് വീണ്ടും പാൻ അടുപ്പത്തേക്ക് വെക്കുക. അതിലേക്ക് ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു കറുവാപ്പട്ടയാണ്. വളരെ കുറച്ച് കറുവാപ്പട്ട മതിയാകും. പിന്നെ ഇതിലേക്ക് 3 കഷ്ണം ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഏലക്ക. ഈ സ്പൈസസ് ഒക്കെ വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. അതും കഴിഞ്ഞാൽ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളകാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെയെല്ലാം ഒന്ന് വറുത്തെടുക്കാം. നമ്മളിവിടെ ഈ മസാലക്കൂട്ടെല്ലാം നന്നായിട്ട് വറുത്ത് പൊടിച്ചെടുത്തിട്ടാണ് ഈ ഒരു ബീഫ് വരട്ടിയത് റെഡിയാക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ ഈ സാധാരണ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് ബീഫ് റോസ്റ്റൊക്കെ റെഡിയാക്കുമ്പോഴത്തേക്കിന് അത്രയ്ക്ക് ടേസ്റ്റ് വരത്തില്ല. പക്ഷേ നമ്മൾ ഈ സമയത്ത് തന്നെ വറുത്ത് പൊടിച്ച് ബീഫൊക്കെ വരട്ടി കഴിഞ്ഞാൽ വളരെയധികം ടേസ്റ്റി ആയിരിക്കും. ഇപ്പം നമുക്ക് ബാക്കിയുള്ള സ്പൈസസും കൂടെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിനെ എല്ലാം കൂടെ ഒരുമിച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ സ്പൈസസ് ഒക്കെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഒന്ന് മാറ്റി വെക്കാം. ഈ സമയത്ത് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് വെച്ചിരുന്ന ബീഫിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നമ്മളിതിനെ ഓപ്പൺ ആക്കി നോക്കി. ഇത് ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുമുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്തതിനേക്കാൾ ഇരട്ടിയിലധികം വെള്ളവും ഇതിലുണ്ട്. ഇനി ബീഫ് വരട്ടാനായിട്ട് ഒരു കടായി അടുപ്പത്തേക്ക് വെക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിനകത്തേക്ക് ആദ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നത് തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്തിന് പ്രത്യേകം അളവ് കാര്യമൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയോ കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്.
തേങ്ങാക്കൊത്ത് ഏറെ ഇടുന്നത് വളരെ ടേസ്റ്റിയാണ്. ബീഫ് റോസ്റ്റ് ആണെങ്കിലും ബീഫ് കറിക്കൊക്കെ ആണെങ്കിലും വളരെ ടേസ്റ്റിയാണ്. ഇതിനെ നമുക്ക് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാടൊന്നും മൂപ്പിച്ചെടുക്കേണ്ട കാര്യമില്ല. ഇതിന്റെ കളർ ഒന്ന് ചേഞ്ച് ആയി വരുമ്പോഴേക്കും നമുക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതിനെ ഒന്ന് ഇളക്കുക. ഉലുവയൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിനകത്തേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഈ തേങ്ങാക്കൊത്തും കറിവേപ്പിലയും എല്ലാം മൂത്ത് വരുമ്പോഴേക്കും നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കണം. ഇതൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് മാത്രം ചെയ്യുക, മൂത്തു പോകരുത്, ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 സബോള ചോപ്പ് ചെയ്തതാണ്. ഞാനിവിടെ ചോപ്പറിലിട്ടാണ് ഇതിനെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 20-25 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതിനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് തിന്നായിട്ടൊന്നും അല്ല. ബീഫ് കറിക്കാണെങ്കിലും ബീഫ് റോസ്റ്റിനൊക്കെ ആണെങ്കിലും ചെറിയ ഉള്ളിയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ചെറിയ ഉള്ളി കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക. സബോള ഒരുപാട് ചേർത്ത് കൊടുത്താൽ ഒരു മധുരിപ്പുണ്ടാകും. ഇനി ഇതിനെയെല്ലാം ഈ എണ്ണയിൽ കിടന്നൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് ഇളക്കുക. ഈ സമയത്ത് ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഞാനിവിടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കളർ ചേഞ്ച് ആകുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ കളറൊക്കെ ഏകദേശം ചേഞ്ച് ആകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം സബോളയും ചുമന്നുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച മസാലക്കൂട്ടി ചേർത്ത് കൊടുക്കാം. ഈ പൊടികളുടെ ഒപ്പം നമ്മൾ ഇനി ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ടുള്ളത് ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 2 തക്കാളി നീളത്തിൽ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. തക്കാളി ഒന്ന് പകുതി വഴന്ന് വരുന്നിടം വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് നമുക്കിതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ടാണ് ഞാൻ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് കിടന്ന് വീണ്ടും ഒന്ന് വഴലട്ടെ, അതുവരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് നമ്മളിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത്, നമ്മൾ ബീഫ് കുക്കറിൽ വെച്ച് കുക്ക് ചെയ്ത സമയത്ത് അതിനകത്ത് ബാക്കി വന്ന വെള്ളമാണ്. അത് നമ്മുടെ ബീഫിൻ്റെ സ്റ്റോക്കാണ്. അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അത് വളരെയധികം ടേസ്റ്റിയാണ്. അത് നമ്മൾ ഒഴിവാക്കി കളയരുത്. നമ്മൾ ബീഫിനെ പ്രഷർ കുക്കറിൽ വെച്ചിട്ട് കുക്ക് ചെയ്ത സമയത്ത് വെറും 1/4 ഗ്ലാസ് വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുത്തത്. പക്ഷെ അത് കുക്കായി കിട്ടിയപ്പോഴേക്കും 1.5 ഗ്ലാസ് വെള്ളം അതിലുണ്ടായിരുന്നു. നമ്മളിവിടെ ചേർത്ത് കൊടുത്ത ബീഫിൻ്റെ സ്റ്റോക്ക് നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ ബീഫിലേക്ക് ബാക്കിയുള്ള മസാലക്കൂട്ടെല്ലാം ചേരുന്ന വിധം നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ മസാലയൊക്കെ നന്നായിട്ട് ബീഫിലേക്ക് പിടിക്കണം. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ വായിൽ വെള്ളം വരും. അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റാണിത്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് പച്ചമുളകാണ്. ഞാനിവിടെ 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നല്ല സ്പൈസി ആയിട്ടുള്ള കുരുമുളക് ഇട്ടിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞ അളവിൽ തന്നെ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതേപോലെ വരട്ടിയെടുക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. മസാലയൊക്കെ ആ ബീഫിലൊക്കെ പിടിച്ച് നല്ല സ്പൈസി ആയിട്ട് കിട്ടും. ഈ സമയത്ത് നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് ഈ കറിവേപ്പിലയും കുറച്ച് പച്ചവെളിച്ചെണ്ണയും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു ഒന്നൊന്നര ടേസ്റ്റാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കുക. ഞാൻ ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് ചതച്ച മുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് കാശ്മീരി മുളക് ചതച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് വേണമെങ്കിൽ കുറവാണെങ്കിൽ ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടെ ചേർത്ത് ഇളക്കി ഒന്ന് ഫ്ലെയിം ഓഫാക്കുക. ഇത് ചപ്പാത്തിയുടെ കൂട്ടത്തിലും പൊറോട്ടയുടെ കൂട്ടത്തിലും എന്തിൻ്റെ കൂട്ടത്തിലും ചോറിൻ്റെ കൂട്ടത്തിലും എല്ലാം അടിപൊളിയായിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കണേ.
ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു റെസിപ്പി നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.